രാജുവിന്റെ ഒപ്പം ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ അത് ശ്രീയുടെ വിവാഹത്തെ ബാധിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സ്ത്രീധനമല്ലേ? ഞാൻ എന്റെ സ്വർണം മുഴുവനും തരാം. ശ്രീയുടെയും ഹരീഷിന്റെ വിവാഹം നടത്തിക്കൊടുക്കൂ. സ്ത്രീധനം കൊണ്ട് മാത്രം എല്ലാം ആകില്ലല്ലോ. ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ അപമാനം, എന്റെ മകൾ രമ്യയ്ക്ക് നഷ്ടമായ അവളുടെ ആഗ്രഹം, നീ തകർത്ത് കളഞ്ഞതൊക്കെ പണം കൊണ്ടും പണ്ടം കൊണ്ടും നികത്താനാവില്ല ഋതികെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പറയ്, എന്ത് ഞാൻ ചെയ്യും? ഞാൻ കാല് പിടിക്കും. അയ്യോ, മന്ത്രിയുടെ മോള് എന്റെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ ആന്റി, തെറ്റെന്റെയാ. ഞാൻ കാരണം ശ്രീ വിഷമിക്കരുത്. ആന്റി വലിയ മനസ്സ് കാട്ടണം. ഹരീഷിനെ കൊണ്ട് ശ്രീയുടെ കഴുത്തിൽ താലി കെട്ടിക്കണം. പ്ലീസ്. തൃപ്തിയായോ നിനക്ക്? സർ, കൊട്ടാരം പോലുള്ളൊരു വീട്ടില് സർവ്വ സുഖങ്ങൾക്കുമിടയിൽ ജീവിച്ചൊരു പെൺകുട്ടിയായവള്. അവളെ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് നിന്റെയും നിന്റെ വീട്ടുകാരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കണ്ടവരുടെയൊക്കെ കാലുവീഴ്ച യാചിക്കുന്നു. കണ്ടു നിൽക്കുന്നവർ നാളെ ഇത് തെരുവിലും കടത്തണ്ണിലും ചർച്ചയാക്കുമ്പോ നഷ്ടാവാൻ പോകുന്നത് എന്റെ ഇമേജാ. തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയി എന്റെ മാനം നഷ്ടമാക്കിയ ഇവളെ കുറിച്ച് ഓർക്കുന്നത് പോലും എനിക്കിപ്പോ വെറുപ്പാ. പക്ഷേ ഇവൾ അപമാനിക്കപ്പെടുമ്പോ നിങ്ങളൊക്കെ കാരണം സമൂഹത്തിൽ തരം താഴ്ത്തപ്പെടുമ്പോ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ സൽപ്പേരാ. പ്രതാപവർമ്മ ഭൂമിയോളം ക്ഷമിക്കും. ക്ഷമ നശിച്ച കർമ്മബലം അത് അനുഭവിച്ചേ മതിയാകൂ. ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത് ഇന്ന് ക്ഷേത്രത്തിൽ അരങ്ങേറിയതുപോലുള്ള കൂത്തുകള് മേലിൽ ആവർത്തിക്കാൻ പാടില്ലെന്ന് പറയാനാ. രാജുവിന്റെ അച്ഛനും അമ്മയും പോലും ഉണ്ട ചോറിന് നന്ദി കാണിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്പമെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം അന്നം തന്ന ആളുടെ മകളുമായി മകൻ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഇങ്ങനെ പലപ്പോഴായി ആഘോഷമാക്കി പത്താളെ കാണിക്കാൻ പൊതുസ്ഥലത്തേക്ക് ഇറക്കില്ലായിരുന്നു. സാറേ, അത് ഞാൻ വിശദീകരണം ആവശ്യപ്പെട്ടോ? സന്തോഷമുണ്ട്. തന്നിഷ്ടത്തിന് കാമുകനോടൊപ്പം വീട് വിട്ടിറങ്ങിയ ഋതികയുടെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്.
വർമ്മ സാറ് പറഞ്ഞു ശരിയാ. ഒരു രാജകുമാരി എന്റെ മകന്റെ കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഞാൻ സ്വയം മറന്നു. എന്റെ മകൻ ചെയ്ത പ്രവർത്തികളുടെ തെറ്റ് ഞാൻ ഓർത്തില്ല. എല്ലാത്തിനും കാരണക്കാരി ഞാൻ കാരണം നിങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടുന്നതും കുത്തുവാക്കുകൾ കേൾക്കുന്നതും. എന്താ ഋതികമായിട്ടത്? പാടില്ല മാഡം, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്റെ മകനെ വിശ്വസിച്ച് ഈ വീട്ടിലേക്ക് വന്ന ഋതിക മാഡത്തിന് യാതൊരു കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടാവില്ല. മോളെ ശ്രീ, എന്തൊക്കെ നമ്മളെ എത്രയൊക്കെ ആഗ്രഹിച്ചാലും അവസാനം വിധി തീരുമാനിക്കുന്നത് പോലെ ജീവിതത്തിൽ സംഭവിക്കൂ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, ഋതിക മാഡത്തിന് നിലയും വിലയും കളഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പില് ഋതിക മാഡത്തിന് തല കുനിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. ശ്രീ, രുക്മിണിക്ക് വാശിയുണ്ടെങ്കിലേ അതിന്റെ 100 ഇരട്ടി വാശി നമുക്കും വേണം. എന്റെ മോക്ക് നല്ലൊരു പയ്യനെ അച്ഛൻ കണ്ടുപിടിച്ചാൽ രാധേ, നീ ചെന്ന് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ശരി. അച്ഛൻ ഇങ്ങനെ ഇവളെ തലയിൽ കയറ്റി വെച്ചോ. അവസാനമുള്ള കിടപ്പാടവും പോയി റോഡിലിറങ്ങി തെണ്ടേണ്ട അവസ്ഥ വന്നാലേ അച്ഛൻ പഠിക്കും. ചേച്ചി